ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്കും ഇറാൻ വിലയിട്ടു കഴിഞ്ഞു. കൃത്യമായി ഉന്നം നോക്കി മസ്തകത്തിൽ ഒരു വെടി, ഒരൊറ്റ ബുള്ളറ്റിൽ ചിന്നിച്ചിതറി ട്രംപിന്റെ തല. അല്ലെങ്കിൽ ട്രംപിന്റെ സാമ്രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് ഒരു പൊട്ടിത്തെറി. തിരിച്ചറിയാൻ പോലും കഴിയാതെ കുറച്ച് കരിക്കട്ട മാത്രമായി ട്രംപ്. കരുക്കൾ നീക്കിയത് മറ്റാരുമല്ല, ഗതികെട്ടൊടുവിൽ ഇറാൻ തന്നെയാണ് എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേർണലും CNN-ഉമാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഈ ആഴ്ചയാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതെന്നാണ് വിവരം. ട്രംപിനെ വധിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി US-ന് സ്ഥിരമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ ഇസ്രയേലിൽ നിന്നുള്ള മുന്നറിയിപ്പ് പുതിയതും ഒരു പ്രത്യേക ഗൂഢാലോചനയെക്കുറിച്ചുള്ളതുമായിരുന്നുവെന്നും US വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കാം ഇസ്രയേലിന്റെ റിപ്പോർട്ടെന്ന് മറ്റു ചില US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായും CNN വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ ഒന്നാം നമ്പർ ലക്ഷ്യം താനാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രയേലി രഹസ്യാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ വൈറ്റ് ഹൌസിനോട് പ്രതികരണം തേടിയപ്പോൾ ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടത്. അവർക്ക് നേതാക്കളുണ്ടായിരുന്നു, അവർ ഇല്ലാതായി. ഇപ്പോൾ അവർക്ക് മറ്റൊരു കൂട്ടം നേതാക്കളുണ്ട്, അവരും ഇല്ലാതായേക്കാം. ഒപ്പം ഒരു കാര്യം കൂടി അറിയുക, ഞാനും ഇല്ലാതായേക്കാം. കാരണം ഞാനാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്നാണ് കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ട്രംപ് പറഞ്ഞത്. എന്നെയാണ്, അമേരിക്കൻ നേതാവിനെയാണ് അവർ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഞാനുമുണ്ട് ആ ലിസ്റ്റുകളിൽ. ഇന്ന് രാവിലെ ഞാൻ കണ്ടു, ഞാൻ അവരുടെ എല്ലാ ലിസ്റ്റുകളിലുമുണ്ട്. ഇതുവരെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിൽക്കില്ലായിരിക്കാം. അവർ ദുഷ്ടരും മാനസിക രോഗികളുമാണ്. ഈ ക്യാൻസർ നമുക്ക് തുടച്ചു നീക്കണം. ആ ക്യാൻസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ക്യാൻസർ നേരത്തെ തന്നെ നീക്കം ചെയ്യണം. അതാണ് എന്റെ തോന്നലെന്നും ട്രംപ് ബുധനാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു വെച്ചു. ഈ പ്രസ്താവനയിൽ ഒരു ലിസ്റ്റ് താൻ കണ്ടുവെന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രയേലിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രയേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ട്രംപിന്റെ മരണമെന്ന് ജനക്കൂട്ടം ആർത്തു വിളിച്ചിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയതിനു പിന്നാലെ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് വരുമ്പോൾ ട്രംപിന്റെ വിമാനം പോലും മാറ്റിയിരുന്നു. ഖത്തർ സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിന് പകരം പഴയ വിമാനത്തിലാണ് അദ്ദേഹം മടക്കയാത്ര നടത്തിയത്. വിമാനമാറ്റം സംബന്ധിച്ച് US ഉദ്യോഗസ്ഥർ പ്രത്യേക വിശദീകരണം നടത്തിയില്ല എങ്കിലും സുരക്ഷാ ആശങ്കകളാണ് ഇതിന് കാരണമെന്നാണ് സൂചനകൾ. തുർക്കിയിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1-ൽ യാത്ര ചെയ്ത ട്രംപ് UK-യിലെ സൈനിക താവളത്തിലെത്തിയ ശേഷം പുതിയ വിമാനത്തിൽ മാറിക്കയറുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ UK-യിലെ സൈനികർക്ക് പുതിയ വിമാനം കാണുന്നതിന് വേണ്ടിയെന്നായിരുന്നു വിശദീകരണം.